നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട പോലീസാണ് പാലക്കാടെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ പരാതിയിലാണ് കസ്റ്റഡിയെന്നാണ് വിവരം. പുതിയ കേസിലും നിർബന്ധിത ഗർഭഛിദ്രവും ബലാത്സംഗവും അടക്കം ചുമത്തിയിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. പ്രത്യേക സംഘമാണ് ഇമെയിൽ പരാതിയിൽ കേസെടുത്തതും സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയതും. ഇമെയിൽ ലഭിച്ച് 15 മിനിറ്റ് കൊണ്ടാണ് പോലീസിന്റെ നടപടിയെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ. പുതിയ പരാതിയോടെ നിലവിൽ രാഹുലിനെതിരെ 3 കേസുകളായി. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഹോട്ടൽ മുറിയിൽ പേഴ്സണൽ സ്റ്റാഫ് കൂടെയില്ലാത്ത സമയത്താണ് ഷൊർണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പ്രത്യേക പോലീസ് സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷമായിരുന്നു പോലീസിന്റെ നടപടി. 2 ദിവസമായി രാഹുൽ പാലക്കാടുണ്ട്. ക്ഷേത്ര ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. രാഹുൽ താമസിച്ചിരുന്ന റൂം നമ്പർ 2002 പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഇവിടെ മുറിയെടുത്തത്. വളരെ നാടകീയമായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. റിസപ്ഷനിലെത്തിയ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ വാങ്ങിയ ശേഷമാണ് മുറിയിലെത്തിയത്. പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് ഒപ്പമുണ്ടായിരുന്നുവെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ ആലത്തൂരിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് MLA PA പറഞ്ഞു. എന്നാൽ MLA ആലത്തൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടില്ലെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. യൂണിഫോമിലെത്തിയ പോലീസ് സംഘം MLA കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. രാഹുലിനെതിരെ നിലവിൽ 3 ബലാത്സംഗ കേസുകളാണുള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി MLAക്ക് മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസിന്റെ BJPയിലേക്കുള്ള ചൂടുമാറ്റത്തിൽ ഉൾപ്പെടെ CPMനെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സജീവമായി വരുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിച്ചെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടിയിരുന്നു. ഈ മാസം 21-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കേസ് വീണ്ടും 21-ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് നിർണായക നീക്കങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ പരാതിക്കാരിയും കക്ഷി ചേർത്തിട്ടുണ്ട്. പരാതിക്കാരിയെ കക്ഷി ചേർക്കാൻ കോടതി അനുവാദം നൽകി. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നതായിരുന്നു പരാതിക്കാരിയുടെ ആവശ്യം. കേസിൽ പരാതിക്കാരിയായ തനിക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുകയാണെന്നും യുവതി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ടെന്നായിരുന്നു പരാതിക്കാരി കോടതിയെ അറിയിച്ചത്. ഹർജി പരിഗണിച്ച് കക്ഷി ചേരാൻ അനുമതി നൽകിയ കോടതി വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കാൻ പരാതിക്കാരിക്ക് സമയം അനുവദിച്ചിരുന്നു. പരാതി കൊടുത്തതിന്റെ പേരിൽ പലതരത്തിലുള്ള സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വരുന്നു. ചില കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ കക്ഷി ചേർക്കണമെന്നതായിരുന്നു യുവതിയുടെ ആവശ്യം. തന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കാവൂ എന്നുമാണ് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് തമ്മിലുണ്ടായതെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നത് കെട്ടിച്ചമച്ച കഥയെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. മുൻകൂർ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ഗർഭഛിദ്രത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ച മരുന്ന് കഴിച്ച് യുവതി അതീവ ഗുരുതരാവസ്ഥയിലായെന്നും രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്.